Hello, welcome to my channel Homemade. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. ഹലോ, ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാനിവിടെ വീട്ടിൽ പരീക്ഷിക്കാറുള്ള പാചകരീതി, എൻ്റേതായ ശൈലിയിലുള്ള പാചകരീതികളും നല്ല അഭിപ്രായം കേട്ടിട്ടുള്ളതുമായ റെസിപ്പികളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരുപാട് പേര് എനിക്കിതിനെ സപ്പോർട്ട് ചെയ്തും കമൻറ്റ് ചെയ്യുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ രണ്ട് കൈ നീട്ടി എൻ്റെ ഈ കുറച്ച് റെസിപ്പികൾ സ്വീകരിച്ചെന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇനിയും പുതിയ റെസിപ്പികൾ ഇടാൻ എനിക്കുള്ള പ്രോത്സാഹനം അത് തന്നെയാണ്. നിങ്ങളിൽ നിന്നുള്ള സപ്പോർട്ട് ഇനിയും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാ സപ്പോർട്ടിനും എല്ലാ പ്രോത്സാഹനങ്ങൾക്കും ഒരുപാട് നന്ദി ഇപ്പോൾ അറിയിക്കുകയാണ്. അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കൂടുതൽ റെസിപ്പികൾ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ള സദ്യക്കൊക്കെ വിളമ്പുന്ന ബീട്രൂട്ട് പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, മിക്കവർക്കും അറിയാമായിരിക്കും ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ. എങ്കിലും ബാച്ചിലേഴ്സിനും കുറച്ച് പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്കൊക്കെ ഇങ്ങനെയുള്ള വീഡിയോസ് പ്രയോജനപ്രദമാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സിമ്പിളായിട്ടുള്ള റെസിപ്പികൾ കൂടെ ഇതിനിടയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിനകത്തേക്ക് 2-2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് നാടൻ കറികൾക്കൊക്കെ എപ്പോഴും നല്ലത്. അതുപോലെ എണ്ണ കുറഞ്ഞു പോകരുത്, കാരണം ഈ എണ്ണയിൽ കിടന്നാണ് നമ്മുടെ ബീട്രൂട്ട് വാടി വരേണ്ടത്. അതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ആദ്യം കടുക് താളിച്ചതിന് ശേഷമാണ് ഞാൻ ചെയ്യുന്നത്. അതാകുമ്പോൾ കൂടുതൽ എളുപ്പമാണ്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ പച്ചടിക്ക് ആവശ്യത്തിനുണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവസാനം കടുക് താളിച്ച് ചേർത്താലും മതി. ഞാൻ ഇതാണ് കൂടുതൽ എളുപ്പം, ഇതായതുകൊണ്ടും കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ കടുക് താളിക്കാറാണ് പതിവ്. അപ്പോൾ കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് 3-4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക്, ഉണക്കമുളക് 2-3 എണ്ണം മതിയാവും. അതിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം. മുളകൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഇതിനകത്തേക്ക് നമുക്ക് ബീട്രൂട്ട് ചേർക്കാം. ഞാനിവിടെ 250 ഗ്രാം ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. അതായത് മീഡിയം സൈസ് 2 ബീട്രൂട്ട് ഉണ്ട്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്തതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. എനിക്ക് കുറച്ചുകൂടെ സൗകര്യവും ടേസ്റ്റായിട്ട് തോന്നിയതാണ്. അതുകൊണ്ട് ഞാൻ മീഡിയം സൈസ് പീസായിട്ട് അരിഞ്ഞിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അരഞ്ഞു പോരുത്, ചെറിയ കഷ്ണങ്ങൾ അതിനകത്ത് ഉണ്ടാവുകയും വേണം. തീരെ പൊടിയായിട്ട് അരിഞ്ഞ പോലെ ഇരിക്കും. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് എണ്ണയിൽ കിടന്ന് തന്നെ വെന്ത് വരണം. ഒട്ടും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർത്ത് അതിൻ്റെ ടേസ്റ്റ് കുറയും. ഈ എണ്ണയിൽ കിടന്ന് വാടി വെന്ത് വരണം. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കാം. അതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിരുന്ന് വേകട്ടെ. അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അല്പം ജീരകം ചേർക്കാം. ഞാൻ ചേർക്കാറില്ല, കാരണം എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അല്പം മാറുന്നതായിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ പച്ചടിക്ക് ജീരകം ചേർക്കാറില്ല. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് അരച്ചെടുക്കണം. കല്ലിലോ മിക്സിയിലോ എന്തിലാന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ ബീട്രൂട്ട് പെട്ടെന്ന് വെന്ത് കാണും. തുറന്ന് നോക്കുക. നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ബീട്രൂട്ട് ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് വരും. നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം നേരം കൂടെ വെക്കാം. അത് ഇതേപോലെ അരച്ചാണ് എടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് വേഗം. ഒരല്പം നേരം മൂടി വെച്ചാൽ മതി. അതിൽ നിന്ന് അല്പം എടുത്ത് ഞെക്കി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും വെന്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. അല്ലെങ്കിൽ കഴിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ
നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിത് മൂടി വെക്കേണ്ട കാര്യമില്ല. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ആ പാത്രം കഴുകി ഒരല്പം ഒരു 1/4 കപ്പ് വെള്ളം കൂടെ അരപ്പിനോടൊപ്പം ഇതിനകത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം. കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് കലക്കി ഒഴിച്ചാലും മതി. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. അരപ്പിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരെ ഒരല്പം നേരം ഒന്ന് ചൂടാക്കി എടുത്താൽ ആ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റും തേങ്ങയുടെ ടേസ്റ്റും എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച്, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുക്കുക. ബീട്രൂട്ട് വാങ്ങിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് വാങ്ങിച്ചാൽ നല്ല കളറുള്ള പച്ചടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബീട്രൂട്ട് വാങ്ങിക്കുമ്പോൾ നല്ല ഡാർക്ക് കളറിലെ നല്ല കറുത്ത തൊലിയുള്ള ബീട്രൂട്ട് നോക്കി വാങ്ങിച്ചാൽ അതിൻ്റെ ഉള്ളിലും നല്ല കളറുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ലൈറ്റ് കളർ കണ്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഉള്ളിലും അതേപോലെ വെള്ള ചേർന്ന ഒരു ലൈറ്റ് റോസ് കളറായിരിക്കും ഉള്ളത്. അപ്പോൾ നമുക്ക് അത്രയും ഉദ്ദേശിച്ച പോലെ ബീട്രൂട്ടിന് കളർ കിട്ടില്ല. അപ്പോൾ നല്ല ഡാർക്കായിട്ട് കറുത്തിരിക്കുന്ന പോലത്തെ ബീട്രൂട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലും നല്ല കളറുണ്ടാവും. ഇപ്പോൾ നമ്മുടെ അരപ്പൊക്കെ മൂത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കട്ടി തൈര് ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള തൈരാണ് എപ്പോഴും പച്ചടിക്ക് നല്ലത്. അത് ചെറുതായിട്ടൊന്ന് സ്പൂണോ ഫോർക്കോ എല്ലാം വെച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് 1.5 കപ്പ് തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈരാണ് നല്ലത്, ചെറിയ പുളി വേണം. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ലൂസായിട്ടുള്ള മോര് അതിനകത്തേക്ക് ഒഴിക്കരുത്. നല്ല കട്ടിയായിട്ടുള്ള തൈര് ഒന്ന് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. തൈരിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടാം കേട്ടോ. അപ്പോൾ അല്പം തൈര് കൂടുതൽ ചേർക്കുന്നതാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. ഞാനിവിടെ 1.5 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. 1/4 കിലോ ബീട്രൂട്ടിന് 1.5 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. തൈരും കൂടെ ചേർത്ത് വരുമ്പോൾ നല്ല ഭംഗിയുള്ള കളറായിട്ടുണ്ട്. ഇനി തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഇതിനി ചൂടാക്കാൻ പാടില്ല. തൈര് ചേർത്ത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. തിളയ്ക്കാൻ ഒന്നും കാത്തിരിക്കരുത്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഇപ്പം നോക്കണം. കാരണം ഉപ്പ് നമ്മൾ നേരത്തെ കുറച്ച് ചേർത്തതേ ഉള്ളൂ. ഇനിയിപ്പോൾ തൈര് ചേർത്ത് വരുമ്പോഴേക്കും ഉപ്പ് ഇനിയും വേണ്ടി വരും. അപ്പം ആദ്യം ബീട്രൂട്ട് വേകുമ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുക. അതിനുശേഷം നമ്മൾ തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടായാലും കുഴപ്പമില്ല, ഉപ്പ് നോക്കുക. ഉപ്പ് പോരെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എനിക്കിവിടെ തൈര് ചേർത്ത് കഴിഞ്ഞപ്പോൾ ഉപ്പ് പോരാ, അപ്പോൾ ഞാൻ കുറേ കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. തൈരിൻ്റെ പുളിക്ക് അനുസരിച്ച് നമുക്ക് ഉപ്പിൻ്റെ അളവിലും വ്യത്യാസം വരും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് എല്ലായിടവും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊന്നുകൂടെ ഒന്ന് നോക്കാൻ പോവാണ്. കാരണം ഉപ്പ് എല്ലായിടത്തും ആയിക്കഴിയുമ്പോൾ ഇനി എന്തെങ്കിലും പോരാതുണ്ടോ എന്നൊന്നുകൂടെ നോക്കിക്കോട്ടെ. ഉപ്പൊക്കെ ഉണ്ട് നന്നായിട്ട്. ഇപ്പം പാകത്തിന് ഉപ്പും പുളിയും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ നല്ല കളർഫുള്ളും ആണ്. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. 1-2 ദിവസം പുറത്തിരുന്നാലും അതങ്ങനെ പെട്ടെന്ന് ചീത്തയാവില്ല. 2 ദിവസം വരെയൊക്കെ പുറത്തിരുന്നോളും, കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ വിവരം അറിയിക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി റെഡിയാണ്. നല്ല കളറുള്ള ബീട്രൂട്ട് നോക്കി എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല കളർഫുള്ളായിട്ടുള്ള പച്ചടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ, എൻ്റെ റെസിപ്പികൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. തുടർന്നും എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാ പ്രോത്സാഹനങ്ങൾക്കും ഒരുപാട് നന്ദി. താങ്ക് യു.